ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പ് ദിന ധ്യാന ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ധ്യാന വിഷയം ദൈവസ്നേഹം. അതിനായി ആധാരമായിട്ടുള്ള വേദഭാഗം 1 കൊരിന്ത്യർ 13 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യം യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹത്തെപ്പറ്റി ബൈബിൾ വിവരിക്കുന്നത് ദൈവം സ്നേഹത്തിൻ്റെ ഉറവ എന്നാണ്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ ലേഖനത്തിൽ സ്നേഹം എന്ന വിഷയത്തെ വ്യത്യസ്തമായ രൂപത്തിൽ 43 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. സ്നേഹസ്വരൂപനായ ദൈവത്തെ ഇവിടെ യോഹന്നാൻ മനോഹരമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 4:8 ഇപ്രകാരം പറയുന്നു: ദൈവം സ്നേഹമാകുന്നു. എല്ലാറ്റിൻ്റെയും അധിപനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിലൂടെയാണ് മനുഷ്യവർഗത്തോടുള്ള ദൈവസ്നേഹം പ്രകടമായത്. ഈ സ്നേഹത്തിന് തുല്യമായി മറ്റൊരു സ്നേഹവുമില്ല. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചതാണ്. അതുകൊണ്ട് നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. 1 കൊരിന്ത്യർ 13:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തെക്കുറിച്ച് മനോഹരമായി പ്രതിപാദിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. ഇത് സത്യവേദ പുസ്തകത്തിലെ സ്നേഹവചനങ്ങളാണ്. സ്നേഹം കേവലം ഒരു വികാരമല്ല. അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഞാൻ യഹോവയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾക്ക് ദൈവത്തോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന് വരുന്നില്ല. വിശ്വാസത്തിൻ്റെ കാര്യത്തിലെ പോലെ തന്നെ യഥാർത്ഥ സ്നേഹത്തിന് തെളിവ് നൽകുന്നത് പ്രവൃത്തികളാണ്. അപ്രകാരം സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടമാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.